എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാനും വേണ്ടി പോകുന്നത് നല്ലൊരു ക്യാപ്സിക്കം ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് അമ്മുവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ക്യാപ്സിക്കം ആണ്. ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. ഇത് 3 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോളയും ഒരു ഹാഫ് സവോളയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ്. 1 ടീസ്പൂൺ ജീരകം വേണം. ചെറിയ ജീരകമാണ്, സാധാരണ ജീരകമാണ് എടുത്തിട്ടുള്ളത്. 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കം എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കട്ടിംഗ് ബോർഡും ഒരു നൈസ് കത്തി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചുമന്ന ക്യാപ്സിക്കം കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് നടുവ് ഒന്ന് കട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്തെ കുരുവും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തെ കുരുവും സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ക്യാപ്സിക്കത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാത്തിൻ്റെ അകം കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം റെഡ് ക്യാപ്സിക്കം ആണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നടുവ് ഒന്ന് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സവോള ഇങ്ങനെ അരിയണം, അതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവോളയും പിന്നെ നമ്മുടെ 3 ടൈപ്സ് ഓഫ് ക്യാപ്സിക്കവും നല്ലപോലെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ 3 ടൈപ്സ് ഓഫ് ക്യാപ്സിക്കം ഇതേപോലെ തന്നെ നീളത്തിൽ നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് ഇത് കാണാൻ. ഇപ്പോൾ നമ്മുടെ കളർഫുൾ ഫ്രൈ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ട്. പിന്നെ നമ്മൾ സവോളയും നല്ലപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പീനട്ട് ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്. നമുക്ക് ഈ ഫ്രൈ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലാണ് നമ്മൾ നമ്മുടെ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അവിടെ ഇവിടെയായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം, എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് ഇപ്പോൾ ഇവിടെ പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ച് വെച്ച പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചുമ്മാ ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതുണ്ട്. നമ്മൾ ഈ കറിയിൽ ഈ പീനട്ട് എന്തിനാ
ഇങ്ങനെ ചതച്ചിട്ടെന്ന് വെച്ചാൽ ഈ കറിയിൽ പീനട്ടിലാണ് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പീനട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ടത്. അപ്പോൾ പീനട്ട് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ക്യാപ്സിക്കംസ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുക്കാം, എല്ലാം കളറിൻ്റെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ക്യാപ്സിക്കം ഈ സവോളയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഒരു റെയിൻബോ പോലെ ഇരിപ്പുണ്ട്, നല്ല അടിപൊളിയാണ് കാണാൻ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് അതിൻ്റെ ലിഡ് ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് മിക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ തുറന്നിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈസിയും ഡിലീഷ്യസും ആയിട്ടുള്ള കളർഫുൾ ക്യാപ്സിക്കം കറി. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമ്മുടെ കളർഫുൾ ക്യാപ്സിക്കം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ കറി ഇവിടെ സെർവ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്, നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോഴത്തേക്കും ഗുഡ് ബൈ. Thank you for watching.